ഇന്ത്യ സഖ്യത്തെ പിളർത്തിക്കൊണ്ട് കെജ്രിവാളിന്റെയും സ്റ്റാലിന്റെയും നേതൃത്വത്തിൽ ദേശീയതലത്തിൽ മൂന്നാം മുന്നണി ഉണ്ടാക്കുവാൻ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസിനെ ഒഴിച്ച് ഇന്ത്യ സഖ്യത്തിലെ ബാക്കി എല്ലാ പാർട്ടികളെയും മൂന്നാം മുന്നണിയിൽ എത്തിക്കുവാനാണ് ഡൽഹി കേന്ദ്രീകരിച്ച് രഹസ്യ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടായാൽ ആം ആദ്മി പാർട്ടി, DMK, CPM, CPI, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, RJD, NCP, JMM, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് M തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ ബഹുഭൂരിപക്ഷം പാർട്ടികളും ഈ മൂന്നാം മുന്നണിയിൽ അണിചേരുമെന്ന കാര്യം ഉറപ്പാണ്. മൂന്നാം മുന്നണി ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ആം ആദ്മി പാർട്ടിയും DMKയും ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. മമതാ ബാനർജി പങ്കെടുത്തതിന്റെ കാരണം ഇന്ത്യ സഖ്യത്തിലെ ഓരോ പാർട്ടികളെയും പതുക്കെ മൂന്നാം മുന്നണിയിൽ എത്തിക്കുവാൻ വേണ്ടി മാത്രമാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെക്കുന്ന മൂന്നാം മുന്നണി 2028 അവസാനമാകുമ്പോഴേക്കും മാത്രമേ മുന്നണിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയുള്ളൂ. ഇന്ത്യ സഖ്യത്തിലെ പ്രബല ശക്തിയായ കോൺഗ്രസിനെ ഒഴിവാക്കി മൂന്നാം മുന്നണി ഉണ്ടാക്കിയാൽ BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ കഴിയില്ലെന്ന് ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കെജ്രിവാളിന് നന്നായി അറിയാം. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നിരവധി പദ്ധതികൾ ആം ആദ്മി നേതാക്കൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പദ്ധതിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. രാജ്യമെമ്പാടും ആം ആദ്മി പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ യുവജന പിന്തുണ തിരിച്ചുപിടിക്കുവാൻ വേണ്ടി ആം ആദ്മി നേതാക്കൾ നടത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ നാടകമാണ് കോക്രോച്ച് പാർട്ടി എന്ന് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ജൂൺ 6 ഡൽഹിയിൽ നടത്തിയ സമരം വിജയിക്കാതിരുന്നത് കോക്രോച്ച് പാർട്ടിയെ സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുന്ന ആം ആദ്മി പ്രവർത്തകർക്ക് കോക്രോച്ചിന്റെ സമരവേദിയിൽ പരസ്യമായി പങ്കെടുക്കുവാൻ പറ്റാത്ത സാഹചര്യം അപ്രതീക്ഷിതമായി രൂപപ്പെട്ടതുകൊണ്ടാണ്. പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഒരു പരിധിക്കപ്പുറം ആം ആദ്മി പ്രവർത്തകർക്ക് സമരത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുവാൻ കാരണം കോക്രോച്ച് പാർട്ടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആം ആദ്മി നേതാക്കളാണെന്ന് നിരവധി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോക്രോച്ചിന്റെ ഭാവി സമരങ്ങൾ ഒരു പരിധിക്കപ്പുറം ശക്തമാക്കില്ല. എന്നാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിയെ തകർക്കുവാൻ വേണ്ടി പല വിധത്തിലുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങൾ നടപ്പിലാക്കുവാൻ കോക്രോച്ച് പാർട്ടി രംഗത്തുണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം കോൺഗ്രസ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ സഖ്യത്തെ വട്ടപൂജ്യമാക്കി രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ ശക്തിയായി മാറുക എന്നതാണ് കോക്രോച്ച് പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരും കോക്രോച്ച് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇല്ലാത്തതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോക്രോച്ച് പാർട്ടി ഉയർത്തിക്കാണിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കെജ്രിവാൾ ആയിരിക്കും. കോക്രോച്ച് പാർട്ടിയുടെ ഈ പ്രഖ്യാപനത്തെ മൂന്നാം മുന്നണിയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കേണ്ട അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ കോൺഗ്രസിന്റെ പിന്തുണയില്ലാത്ത മൂന്നാം മുന്നണിക്ക് BJPയെ പരാജയപ്പെടുത്തുവാൻ സാധിക്കുമോ ഇല്ലയോ എന്നത് മൂന്നാം മുന്നണി പിളർത്തി BJPക്കെതിരെ അതിശക്തമായി രംഗത്ത് വരാൻ സാധ്യതയുള്ള നാലാം മുന്നണിയായിരിക്കും തീരുമാനിക്കുന്നത്. ഈ നാലാം മുന്നണിയുടെ ചരിത്രം വരും എപ്പിസോഡുകളിൽ വിശദീകരിക്കാം. ആരും പറയാത്ത വാർത്തകളും ചരിത്രങ്ങളും സത്യങ്ങളും അറിയുവാൻ റിപ്പബ്ലിക്കൻ ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.